ബിജെപിക്കാരന്റെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബുദ്ധിയിൽ ഉദിച്ച ഒരു തന്ത്രമായിരുന്നു, കുതന്ത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? രണ്ടാമതായി വോട്ടിംഗ് യന്ത്രത്തെ അവർ ഉപയോഗിച്ചു. എന്തുകൊണ്ട് ബാലറ്റ് സംവിധാനത്തിലേക്ക് മടങ്ങി വരാൻ അവർ തയ്യാറാകുന്നില്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ഈ രാജ്യത്തെ എല്ലാ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നു ഈ വോട്ടിംഗ് യന്ത്രം ബിജെപി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തി തന്നെയാണ് വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മൃഗീയ ഭൂരിപക്ഷം നേടിയത്. നിങ്ങൾ കേരളത്തിലേക്ക് കണ്ണോടിക്കുന്നു. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ് കേരളം. എല്ലാ വിഷയങ്ങളെയും വളരെ കൃത്യമായി അപഗ്രഥിക്കുന്ന ഒരു മനോഭാവമുള്ള ജനസമൂഹം ജീവിക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയില്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് സീറ്റെങ്കിലും മരുന്നിന് പോലും നേടാൻ ബിജെപിക്കാരന് സാധിച്ചോ? സാധിച്ചില്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലടക്കം രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ കൃത്യമായി വിധി എഴുതുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, ഇന്ത്യ പാക് യുദ്ധം എന്നൊരു സാഹചര്യം സൃഷ്ടിച്ച് അതിലൂടെ വോട്ടിംഗ് യന്ത്രം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കൃത്രിമമായ മാർഗങ്ങളിലൂടെയാണ് രണ്ടാമതും അവർ അധികാരത്തിലെത്തിയത്. രണ്ടാമതും അധികാരത്തിലെത്തി വർഗീയമായ അജണ്ടകൾ മാത്രമേ അവർക്ക് പുറത്തെടുക്കുവാനുള്ളൂ. രാജ്യം എവിടെയെത്തി? തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം നിങ്ങൾ വിലയിരുത്തി. നമ്മുടെ ശ്രദ്ധ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയാണ് ഈ വർഗീയമായ അജണ്ടകളെല്ലാം കൊണ്ടുവരുന്നത്. എന്റെ ഹൈന്ദവ സമുദായ അംഗങ്ങളോട്, എല്ലാ സഹോദര സമുദായ അംഗങ്ങളോടും, വിശ്വാസി സമൂഹത്തോടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നാം കൃത്യമായി അപഗ്രഥിക്കണം. നാം നമ്മുടെ സഹോദരങ്ങളോട് സംസാരിക്കണം, സംവദിക്കണം, കാര്യങ്ങൾ ചർച്ച ചെയ്യണം. രാജ്യത്തിന്റെ പോക്ക് അപകടത്തിലേക്ക്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അമേരിക്കക്കാരനോടും ചൈനക്കാരനോടും മത്സരിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ രാജ്യം, ആ ഇന്ത്യയുടെ സാമ്പത്തികമായ മൊത്തം വളർച്ചാ നിരക്ക്, DGPയുടെ നിരക്ക് 4.5%. GDPയുടെ നിരക്ക്, മൊത്തം സാമ്പത്തിക വരുമാന തോത് 4.5%. ഈ രാജ്യത്തിന്റെ കാതൽ വ്യവസായങ്ങൾ, സിമന്റ്, വൈദ്യുതി, കൽക്കരി അടക്കമുള്ള കാതൽ വ്യവസായങ്ങൾ, അതിന്റെ വളർച്ചാ നിരക്ക് 5.8%. ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ പോലും അത്തരം ഒരു അപകടത്തിലേക്ക് ഈ രാജ്യം ഒരിക്കലും പതിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ വാഹന വിപണി, അതിന്റെ വിൽപ്പന 1/3 ചുരുങ്ങി. 3 ലക്ഷം പേർക്കാണ് അവിടെ തൊഴിലവസരം നഷ്ടപ്പെട്ടത്. 3 ലക്ഷം പേർക്ക്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ബാങ്കുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് റിസർവ് ബാങ്കാണ്. ആ റിസർവ് ബാങ്കിൽ കരുതൽ പണമുണ്ട് 9.8 ലക്ഷം കോടി ഉറുപ്പിക. ആരും 9-ലും 8-ലും നിന്ന് കറങ്ങരുത്. 9.8 ലക്ഷം കോടി ഉറുപ്പിക കരുതൽ പണമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതെന്തിനെന്നറിയുമോ? നമ്മുടെ ഭരണാധികാരികളുടെ ഇഷ്ടാനിഷ്ടമനുസരിച്ച് വിനിയോഗിക്കാനല്ല, മറിച്ച് ഈ രാജ്യത്ത് അടിയന്തരമായ ഒരു സാഹചര്യം ഉണ്ടായി. സാമ്പത്തികമായ ധനാഗമ മാർഗങ്ങൾ മുഴുവൻ അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഈ രാജ്യം പകച്ചു നിൽക്കാൻ പാടില്ല. അപ്പോൾ അടിയന്തരമായ ഘട്ടത്തിൽ എടുത്തുപയോഗിക്കുന്നതിനാണ് കരുതൽ പണമായി സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലും ഈ കള്ളന്മാർ കട്ടെടുത്തില്ലേ? 9.6 ലക്ഷം കോടി ഉറുപ്പികയിൽ 3.6 ലക്ഷം കോടി ഉറുപ്പിക കട്ടെടുക്കാൻ ശ്രമം നടന്നു. ആ സന്ദർഭത്തിലാണ് ഊർജിത് പട്ടേൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ടും കട്ടെടുത്തില്ലേ? 1.76 ലക്ഷം കോടി ഉറുപ്പിക കട്ടെടുത്ത കള്ളന്മാരാണ് അധികാരത്തിൽ നിൽക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകണ്ടേ? പ്രിയമുള്ളവരെ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എയർപോർട്ടുകൾ ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താ, നമ്മുടെ രാജ്യത്തിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാ. കുത്തകക്കാരൻ എഴുതി കൊടുത്ത പണം വാങ്ങുന്നു. ഭാരത് പെട്രോളിയം, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, കൊച്ചിൻ റിഫൈനറി. നാം ചിന്തിക്കണം അതിനെപ്പറ്റി. എല്ലാം വിറ്റു തുലക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സ്വത്താ, അമിത്ഷായുടെ സ്വത്തല്ല, നരേന്ദ്രമോദിയുടെ സ്വത്തല്ല, ബിജെപിക്കാരന്റെ സ്വത്തല്ല, എന്റെയും നിങ്ങളുടെയും സ്വത്താ. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും സ്വത്താ, ഇന്ത്യക്കാരന്റെ സ്വത്താ. വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുന്നു. ചോദിക്കണ്ടേ, ഇതെന്താ ഇവരുടെ കുടുംബ സ്വത്താണോ? അല്ല അച്ചാരം കൊടുത്തതാണോ? എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാ. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. സകലതും വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുന്നു.
ഈ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. കള്ളം നടത്തണമെങ്കിൽ കള്ളം നടക്കുന്നത് ജനങ്ങൾ അറിയാൻ പാടില്ല. അതിന് വർഗീയമായ അജണ്ടകൾ എടുക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുത്തലാഖിന്റെ വിഷയം പറഞ്ഞു. ഇന്നലെയും ഒരു ചാനൽ ചർച്ചയിൽ ഒരു സംഘപരിവാറുകാരൻ കണ്ണുനീരിട്ടിരിക്കുന്നതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടേതായിരിക്കുന്ന മുസ്ലിം സഹോദരി ഉണ്ടല്ലോ, അതടക്കമുള്ള സഹോദരിമാരുടെ കണ്ണീരൊപ്പുന്നതിനാണ് ഞങ്ങൾ മുത്തലാഖ് ബില്ല്. നാണം, നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? ഈ രാജ്യത്ത് ഈ പാവപ്പെട്ട സമുദായത്തിന്റെ സഹോദരിമാരുടെ ചാരിത്രം പിച്ചി ചീന്തിയവരല്ലേ നിങ്ങൾ? ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയ കാട്ടാളന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾ പാവപ്പെട്ട മുസ്ലിം സ്ത്രീയെ പറ്റി പറയുന്നു. നാണമല്ലേ? ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ വേട്ടയാടിയ കാട്ടാളനോട് മാനുഷാത പാടിയ വാൽമീകി മഹർഷിയുടെ പാരമ്പര്യമല്ല ഈ രാജ്യത്തിനുള്ളത്. അതിനെ തച്ചു തകർത്തവൻ, പാവപ്പെട്ട പെണ്ണിന്റെ ചാരിത്രം കവർന്നെടുത്തവൻ, മുത്തലാഖിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിം പെണ്ണിന്റെ രക്ഷക്കെത്തിയിരിക്കുന്നു. ആരെ പറ്റിക്കാൻ? സക്കരിയ ബാനുവിനെ മറക്കാൻ സാധിക്കുമോ? ഗുജറാത്ത് കത്തിയെരിഞ്ഞപ്പോ ഗുജറാത്തിലെ എം പി ആയിരുന്ന ഇഹ്സാൻ ജഫ്രിയുടെ വീട്ടിൽ അഭയം തേടിയ ആയിരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി വീടിന്റെ കവാടം തുറന്നു കൊടുത്തു. പക്ഷെ അവിടെ ഇറച്ചിയെത്തിയ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അനുയായികൾ ചുട്ടരിച്ചില്ലേ? ഇന്ത്യൻ പാർലമെന്റിലെ മെമ്പറായിരുന്ന ഇഹ്സാൻ ജഫ്രിയെ പോലും ചുട്ടുകൊന്നില്ലേ? അദ്ദേഹത്തിന്റെ വയോധികയായ ഭാര്യ ഇന്നും കോടതിയുടെ വരാന്തകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു നീതിക്ക് വേണ്ടി. അപ്പോഴാണ് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ കണ്ണീരൊപ്പാൻ വന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക് പറയാൻ? മുത്തലാഖ്. അതിനുശേഷം കാശ്മീരിന്റെ 370-ാം വകുപ്പ് റദ്ദാക്കുന്നു. 370-ാം വകുപ്പ് റദ്ദാക്കുന്നു. റദ്ദാക്കലാണല്ലോ ഇവരുടെ പരിപാടി. സ്വാതന്ത്ര്യം റദ്ദു ചെയ്യുക, അവകാശങ്ങൾ റദ്ദു ചെയ്യുക. കാരണം ഇവർ സ്വാതന്ത്ര്യത്തിനെതിരാണ്, ഇവർ വെളിച്ചത്തിനെതിരാണ്. ഇരുട്ടിന്റെ ശക്തികളാണ് സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും റദ്ദു ചെയ്യുന്നത്. അതാണ് അവരുടെ നടപടി. കാശ്മീരിലെ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അത്തരം ഹീനമായൊരു നടപടി നടന്നപ്പോ ഈ രാജ്യത്ത് പ്രതിഷേധത്തിന്റെ അലകടൽ ഉയർന്നില്ല. എന്തുകൊണ്ട്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കാശ്മീർ എന്ന് കേട്ടാൽ ആരെങ്കിലും ശബ്ദിച്ചു പോയാൽ രാജ്യദ്രോഹ കുറ്റം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജമാഅത്ത് ഫെഡറേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അർത്ഥശങ്കയില്ലാത്തവണ്ണം ഞാൻ പ്രഖ്യാപിക്കുകയാണ്, കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ. പക്ഷേ അത് കാശ്മീരിലെ മണ്ണ് മാത്രമല്ല, കാശ്മീരിലെ മുഴുവൻ ജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കാശ്മീർ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭൂവിഭാഗവും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സംസ്കൃതികളുമാണ്. അത് മനസ്സിലാക്കാൻ അധികാരികൾ തയ്യാറാകണം. ജനങ്ങളെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുന്നില്ല, വിദ്യാഭ്യാസം നേടാൻ കഴിയുന്നില്ല. 3 മുഖ്യമന്ത്രിമാരല്ലേ വീട്ടുതടങ്കലിൽ കഴിയുന്നത്? 3 മുഖ്യമന്ത്രിമാർ എത്രയോ മാസങ്ങളായി. ആ നിയമം ചുട്ടെടുത്തത് മുതൽ അവർ വീട്ടുതടങ്കലിലാണ്. അവിടേക്ക് ദേശീയ നേതാക്കന്മാരെ കടത്തിവിടുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് പോകാനുണ്ടായ തടസ്സം ഞാനും നിങ്ങളും കണ്ടതാണ്. CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, യൂസുഫ് തരിഗാമി എന്ന് പറയുന്ന മുൻ MP, അദ്ദേഹം വളരെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യനാണ്. ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ സാധിക്കാത്ത ഒരു സന്ദർഭം. അവസാനം കോടതികൾ കയറിയിറങ്ങിയതിനു ശേഷമാണ് സീതാറാം യെച്ചൂരിക്ക് പോലും അവിടെ പോകാൻ സാധിച്ചത്. അങ്ങനെ കാശ്മീരിനെ ബന്ദികളാക്കി വെച്ചു. ഓരോരോ നിയമങ്ങൾ ഓരോ ദിവസവും UAPA കരിനിയമം, ആ കരിനിയമങ്ങൾക്ക് ശക്തി കൂട്ടുന്നു. സ്വാതന്ത്ര്യത്തെ റദ്ദു ചെയ്യുക, അവകാശങ്ങൾ റദ്ദു ചെയ്യുക, കരിനിയമങ്ങൾ. UAPA നമുക്കറിയാം. ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്താ പറയുന്നത്? നാം മനസ്സിലാക്കണം. ഭരണഘടന പറയുന്നത് ഒരു മനുഷ്യന്റെ മേൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ കുറ്റം തെളിയിക്കുമ്പോഴാണ് കുറ്റവാളിയായി തീരുന്നത്. പക്ഷെ കരിനിയമങ്ങൾ അങ്ങനെയല്ല. UAPA ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റവാളിയാണ്, അദ്ദേഹം നിരപരാധിയാണെന്ന് സ്വയം തെളിയിച്ചു കൊള്ളണം. അതിന്റെ ഇരയാണല്ലോ അബ്ദുൽ നാസർ മദനി. ഞാൻ ഈ ശാസ്താംകോട്ടയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന പൗരാവകാശത്തിന്റെ
ആ പൗരാവകാശ ലംഘനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയല്ലേ അബ്ദുൽ നാസർ മഅദനി? കരിനിയമത്തിന്റെ ഇരയാ. മഅദനിയുടെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണാണ് ഈ ശാസ്താംകോട്ടയുടെ മണ്ണ്. ആരും സംശയിക്കണ്ട. പ്രിയമുള്ളവരെ, നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വർഷമാണ്? ആദ്യം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയാക്കി അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയി. എന്തെല്ലാമോ പറഞ്ഞു. ഞാനും നിങ്ങളും അടക്കം സംശയിച്ചു പോയി. ചിലപ്പോൾ ശരിയായി. 10 വർഷക്കാലത്തോളം കിടന്നു. വല്യുമ്മ മരിച്ചു. ആ മയ്യത്ത് പോലും ഒന്ന് കാണാൻ അനുവദിച്ചോ? ജാമ്യം പോട്ടെ, ഒരു പരോള് പോലും കൊടുക്കാതെ തടവറയ്ക്കുള്ളിൽ, ഇരുട്ടറയ്ക്കുള്ളിൽ, കോയമ്പത്തൂരിലെയും സേലത്തെയും ജയിലറയ്ക്കുള്ളിൽ ഒരു മനുഷ്യന്റെ ജീവിതം ഹോമിച്ചില്ലേ? അവസാനം കോടതിയിൽ നിന്ന് അന്തിമമായ വിധിയുണ്ടായി. മഅദനി നിരപരാധിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ ഒരു ചെറിയ അംശം പോലും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് 100% നിരപരാധിയായി അഗ്നിശുദ്ധി വരുത്തി കേരളത്തിലേക്ക് കടന്നു വന്നു. മഅദനിയെ ആനയിച്ചു കൊണ്ടുപോയി മന്ത്രി പുങ്കവന്മാർ. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ഒരു ഭാഗത്ത് അറബിക്കടലിന്റെ അലമാലകൾ ആർത്തിരമ്പുമ്പോ ഒരു മനുഷ്യ മഹാസാഗരം അലയടിക്കുകയായിരുന്നു. സമാനമായി ശംഖുമുഖം കടപ്പുറത്ത് ഞാനും ഉണ്ടായിരുന്നു. ഈ വേദിയിലുള്ള പലരും ഉണ്ടായിരുന്നു. ബഹുമാന്യനായ ആറ്റക്കോയ തങ്ങൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഒരു മനുഷ്യ മഹാസാഗരം. ആ മനുഷ്യ മഹാസാഗരത്തിൽ മന്ത്രിമാരൊക്കെ സംസാരിച്ചു. അവസാനം മഅദനിയും ക്ഷണിക്കപ്പെട്ടു സംസാരിക്കാൻ. മഅദനി തന്റെ സംസാരത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ചോദിച്ചു, എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട 10 വർഷക്കാലം എന്റെ ഭാര്യയായ സൂഫിയ ഒരു വിധവയെ പോലെ ജീവിച്ചു. എന്റെ മക്കൾ സലാഹുദ്ദീൻ അയ്യൂബിയും ഉമർ മുഖ്താറും അനാഥകളെ പോലെ ജീവിച്ചു. എന്റെ സകലമാന സംഗതികളും എന്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെട്ടു. 10 വർഷക്കാലം ഞാൻ നിരപരാധിയാണെന്ന് പറയുന്നു. എന്ത് പ്രായശ്ചിത്തമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? മഅദനിയുടെ ശബ്ദം പ്രകമ്പനം കൊണ്ടു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. കേരളം ലജ്ജിച്ചു തലതാഴ്ത്തി. ഒരു സമാധാനവും നമുക്ക് ബോധിപ്പിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, അവിടെ കൂടിയ പുരുഷാരം ഒരു പ്രതിജ്ഞ എടുത്തു. രണ്ടാമതൊരു മനുഷ്യന് ഈ അവസ്ഥ വരാൻ പാടില്ല. രണ്ടാമതൊരു മനുഷ്യൻ, ഒരു പൗരന് ഈ അവസ്ഥ വരാൻ പാടില്ല. പക്ഷേ വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് വീണ്ടും കടത്തിക്കൊണ്ടുപോയി മഅദനിയെ. ഈ വഴിയിലൂടെയാണല്ലോ കൊണ്ടുപോയത്. ഇപ്പൊ കൊണ്ടുപോയത് കർണാടകത്തിലേക്കായിരുന്നു. ബാംഗ്ലൂർ സ്ഫോടനത്തിലെ കേസും പറഞ്ഞുകൊണ്ട് കടത്തിക്കൊണ്ടുപോയി. ആർക്കും ശബ്ദിക്കാൻ പറ്റാത്തവണ്ണം UAPA പ്രയോഗിച്ചു. കരിനിയമമാണ്. അദ്ദേഹം വല്ലാതെ പൊറുതിമുട്ടുന്നു. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നു. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ഘട്ടത്തിൽ പോലും ജന്മനാട്ടിലേക്ക് ഒന്ന് കടന്നു വരാൻ, തന്റെ പിതാവിനെ ഒന്ന് കാണാൻ, തന്റെ ഉറ്റവരെ ഒന്ന് കാണാൻ, തന്റെ ജീവനായി ജന്മനാട്ടിനെ ഒന്ന് കാണാൻ ആ മനുഷ്യന് സാധിക്കുന്നില്ലല്ലോ. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കരിനിയമങ്ങളുടെ ഫലമല്ലേ? മഅദനി ഒറ്റപ്പെട്ട വ്യക്തിയല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുണ്ട് ഈ രാജ്യത്തിന്റെ തടവറകളിൽ. നിങ്ങൾക്കറിയുമോ? മഅദനി അറിയപ്പെട്ടയാളായതുകൊണ്ട്, പൊതുപ്രവർത്തകനായതുകൊണ്ട്, മതപണ്ഡിതനായതുകൊണ്ട്, പ്രഭാഷകനായതുകൊണ്ട്, ലോകമറിയപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ലോകം ചർച്ച ചെയ്യുന്നു. ഒറ്റപ്പെട്ട വ്യക്തിയല്ല. ലക്ഷക്കണക്കിന് പേരുണ്ട്. ആ കരിനിയമത്തിന് പോലും ശക്തി പോരാ. വീണ്ടും ശക്തി കൂട്ടുന്നു. പ്രിയമുള്ളവരെ, ആ നിയമത്തിന് ശക്തി പോരാ. വ്യക്തികൾ മാത്രം അതിന്റെ പരിധിയിൽ വന്നാൽ പോരാ. പ്രസ്ഥാനങ്ങളെ കൂടി അതിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഇത്രയും കാലം വ്യക്തികൾക്കെതിരെ മാത്രമേ കരിനിയമം പ്രയോഗിക്കാൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രസ്ഥാനങ്ങളെ കൂടി അതിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. അങ്ങനെ കരിനിയമങ്ങൾക്ക് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ വരുന്നു NRC, ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതെന്താ? കേൾക്കുമ്പോൾ വലിയ ഇമ്പമുള്ളൊരു പേരാണ്. ഈ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കുകയാണ്. സ്വദേശി എന്നും വിദേശി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ജനിച്ച, ഇവിടെ ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ മക്കളെ വെട്ടിമുറിക്കുകയാണ്. വിഭജനം, രണ്ടാമതൊരു വിഭജനം. പ്രിയമുള്ളവരെ, വിഭജനം ഇവരുടെ സൃഷ്ടിയാണ്. എപ്പോഴും വിഭജനത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിന്റെ മേൽ കെട്ടിവെക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മേൽ കെട്ടിവെക്കുന്നു, മുഹമ്മദ് അലി ജിന്നയ്ക്ക് മേൽ കെട്ടിവെക്കുന്നു. ഈ വിഭജനം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയുമോ?
ആദ്യമായി ആരാ വിഭജനത്തെ പറ്റി പറഞ്ഞത്? 1895 ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ഭായി പരമാനന്ദ് ആണ് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിഭജിക്കലാണ് പരിഹാരമെന്ന് ആദ്യമായി പറഞ്ഞത് ഭായി പരമാനന്ദ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അതിനുശേഷം 1935 സവർക്കറാണ് ഈ വിഭജനത്തിന്, ഇന്ത്യ വിഭജനത്തിന് ഉത്തരവിട്ടത്. വിഭജനം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോ ആ പ്രഖ്യാപനം നടത്തുവാൻ മുഹമ്മദ് അലി ജിന്ന തയ്യാറായില്ല. മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടി സംസാരിച്ചത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു. അതാണ് ചരിത്രം. വിഭജനവും ഈ ഭ്രാന്തന്മാരുടെ സൃഷ്ടിയാണ്. ആ വിഭജനം കൊണ്ടും അവർ സംതൃപ്തരായില്ല. വീണ്ടും ഈ രാജ്യത്തെ വിഭജിക്കണം, വീണ്ടും ഈ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആസാമിന്റെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചില അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ട്. അത് ശരിയാണ്, അഭയാർത്ഥി പ്രവാഹമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ സമരങ്ങൾ നടന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ഒരു കരാറിൽ ഒപ്പിട്ടു. അതിലെന്താ പറഞ്ഞത്? 1971 മാർച്ച് മാസം 24-ാം തീയതി വരെ ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ ആസാമിലെത്തിയ എല്ലാവർക്കും അവിടെ തങ്ങാം, അവരുടെ പൗരത്വം ഉറപ്പു നൽകാം. അത് പരിശോധിച്ചിട്ട് അതിൽ തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു ആ ഉടമ്പടി. പക്ഷേ അതിന്റെ പ്രശ്നങ്ങൾ അത് തന്നെ സങ്കീർണമായതിനാൽ നീണ്ടുപോയി. അവസാനം 2014 ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അവരുടെ ദുഷ്ടലാക്ക് നമുക്കറിയാം. വർഗീയമായ കണ്ണിലൂടെയാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്, മതേതരത്വത്തിന്റെ കണ്ണിലൂടെയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ത്യയിലെ അഭയാർത്ഥി പ്രശ്നത്തെ മതേതരത്വത്തിന്റെ കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടതെങ്കിൽ ആരും ശബ്ദമുയർത്തില്ലായിരുന്നു. പക്ഷേ വർഗീയമായ കണ്ണിലൂടെയാണ് ഇവർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് NRCയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും മറ്റും നടക്കുമ്പോ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചത്. അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡുകളുമായി ഹാജരാകാൻ 500-600 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഹാജരാകാൻ തലേ ദിവസമാണ് നോട്ടീസ് കിട്ടുന്നത്. ആസാമിലെ ജനങ്ങൾക്ക് നിങ്ങൾ അറിയുമോ? നിങ്ങൾ ഇവിടെയുള്ള പൗൾട്രി ഫാമുകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലും, ഇവിടെയുള്ള റെസ്റ്റോറന്റുകളിലേക്ക് കടന്നു ചെല്ലും. നമുക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണാം, ആസാമികളെ കാണാം, പട്ടിണി പാവങ്ങൾ. അവരുടെ ഗൾഫാണ് കേരളം. അതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുന്ന പാവപ്പെട്ട ആസാമികൾ. ആ ആസാമികൾക്ക് റെക്കോർഡുകളുമായി ഹാജരാകാൻ തലേ ദിവസമാണ് മുസ്ലിം സമുദായത്തിന്. ബാക്കിയുള്ളവർക്ക് കൃത്യസമയത്തൊക്കെ അറിയിപ്പ് കിട്ടും. അങ്ങനെയാണ് ആ വിഷയത്തെ അവർ കണ്ടത്. അവസാനം ഈ ഓഗസ്റ്റ് മാസത്തിൽ അതിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. 19 ലക്ഷം പേർ പുറത്തു. അമിത്ഷായും കൂട്ടാളികളും വിചാരിച്ചു ഇതെല്ലാം മുസ്ലിങ്ങളാണ്. അങ്ങനെയാണല്ലോ കെണിയൊരുക്കിയത്. പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു. 14 ലക്ഷം പേരും മുസ്ലിങ്ങളല്ലാത്തവർ. 14 ലക്ഷം പേരും മുസ്ലിങ്ങളല്ലാത്തവർ. ഉടൻ വന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. ആരും ഭയക്കണ്ട, പുതിയൊരു ഭേദഗതി വരാൻ പോകുന്നു. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിക്കും. ഇവിടത്തെ ഹിന്ദു, സിഖ്, പാഴ്സി, ബുദ്ധ, ജൈന, ക്രൈസ്തവ മതവിഭാഗങ്ങൾ, ഈ 6 മതവിഭാഗങ്ങൾ പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഈ അഭയാർത്ഥികൾ ആരും ഭയക്കേണ്ട കാര്യമില്ല. മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള എല്ലാവർക്കും ഞങ്ങൾ പൗരത്വം നൽകും. അതാണ് പൗരത്വ ഭേദഗതി ബിൽ. ഈ രാജ്യത്ത് മുസ്ലിം സമുദായം 2ാം കിട പൗരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. വല്ലാത്ത പ്രഭാഷണമാണ് നടത്തുന്നത്. ഇവിടേക്ക് വന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കണ്ടേ? നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിലെ പാവപ്പെട്ടവർ, അവിടുത്തെ ഭരണകൂട ഭീകരത കാരണം ഈ രാജ്യത്തേക്ക് ഒഴുകിയെത്തിയവർ, അവരെ സംരക്ഷിക്കണ്ടേ? സംരക്ഷിക്കണം. പക്ഷേ സംരക്ഷിക്കണമെങ്കിൽ എല്ലാ അയൽ രാഷ്ട്രങ്ങളിലേക്കും കണ്ണോടിക്കണ്ടേ? ഇത് മതേതരത്വത്തിന്റെ വാക്കാണെങ്കിൽ, കണ്ണാണെങ്കിൽ, നിലപാടാണെങ്കിൽ നമുക്കറിയാം. നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത് മ്യാൻമാറിലെ ജനങ്ങളാണ്, റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. ആയിരങ്ങളല്ല ലക്ഷങ്ങൾ പലായനം ചെയ്യപ്പെട്ടു. ആയിരങ്ങളെ കൊന്നൊടുക്കി അവിടുത്തെ ഗവൺമെന്റ്. ലോകത്തെമ്പാടും അഭയാർത്ഥികളായി കഴിയുകയാണ്. അങ്ങനെ അയൽ രാഷ്ട്രങ്ങളിലെ അഭയാർത്ഥികളോടുള്ള സ്നേഹമാണെങ്കിൽ അവരെ പറ്റി ചിന്തിക്കണ്ടേ? ശ്രീലങ്കയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആയിരങ്ങളുണ്ട് തമിഴ് വംശജർ. അവരെ പറ്റി എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? പാകിസ്ഥാൻ,
അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാഷ്ട്രങ്ങളിൽ നിന്ന് മാത്രം വന്നവർ, അത് മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ. ഒരു കാര്യം ചോദിക്കട്ടെ, മുസൽമാൻ കള്ളവണ്ടി അതല്ല, ഓട് പൊളിച്ചിറങ്ങിയവരാണ്? അല്ല, ഇത് പറയാൻ ഇവർക്കാർക്ക് അച്ചാരം കിട്ടിയതാണോ? ഇതാണോ? അല്ല, നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയോ തറവാട്ട് സ്വത്താണോ? മറുപടി പറയണം. മറുപടി പറയാതെ പോകാൻ സാധിക്കില്ല. ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ സമരമുഖത്താണ്. ഇതിന് സമാധാനം ബോധിപ്പിച്ചേ മതിയാകൂ. ആരാ നിങ്ങൾ? നിങ്ങൾ പോകാൻ പറയുന്ന ഈ പാവപ്പെട്ട സമുദായമാരായ ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. എന്റെ അനുഗ്രഹീത സുഹൃത്ത് ബഹുമാന്യനായി തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വാക്കുകൾ നിങ്ങൾ ശ്രമിക്കുകയുണ്ടായി. ചരിത്രത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മുസൽമാനോട് പോകൂ എന്ന് പറയുമ്പോ ഒരു കാര്യം പറയട്ടെ, പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഈ രാജ്യത്തെ മുസൽമാന് രോമാഞ്ചം ഉണ്ടാകില്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് കേട്ടാലും ബംഗ്ലാദേശ് എന്ന് കേട്ടാലും ഉണ്ടാകില്ല. നമുക്ക് രോമാഞ്ചം ഉണ്ടാകില്ല. കാരണം നമ്മുടെ രാജ്യം പാകിസ്ഥാനല്ല, നമ്മുടെ രാജ്യം ബംഗ്ലാദേശ് അല്ല, ഈ ഭൂമിയാണോ ഇന്ത്യ രാജ്യം. നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്തേക്ക് ശത്രുക്കൾ കടന്നു വന്നില്ലേ? അധിനിവേശക്കാരൻ കടന്നു വന്നില്ലേ? ആ സന്ദർഭത്തിൽ ആരാ ഉണ്ടായിരുന്നത്? മുൻപന്തിയിൽ നിന്ന് പ്രതിരോധിക്കാൻ ആദ്യമായി കടന്നു വന്നത് 1498 പോർച്ചുഗീസുകാരനായിരുന്നല്ലോ. കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി വാസ്കോഡ ഗാമ. ആരുടെ ഭരണമായിരുന്നു? ഞാൻ ഓർക്കുന്നു, ഞാൻ കടന്നു വരുമ്പോ അതിന്റെ ചില അംശങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഉദ്ഘാടകൻ. ഞാൻ മൊത്തവും കേട്ടില്ല. അന്ന് ആരുടെ ഭരണമായിരുന്നു? ഹൈന്ദവനായ സാമൂതിരിയുടെ ഭരണമാണ് കോഴിക്കോട്. അധിനിവേശ മോഹവുമായി പോർച്ചുഗീസുകാരൻ കാലുകുത്തി കോഴിക്കോട് കാപ്പാട്. ആരാണ് അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിച്ചത്, സമരസജ്ജരാക്കിയത്, പ്രതിരോധിച്ചത്? ചരിത്രം സാക്ഷിയല്ലേ? ഇസ്ലാമിക സംസ്കാരത്തിന്റെ ജാജ്വല്യമാനമായ അധ്യായങ്ങൾ തുടികൊട്ടുന്ന പൊന്നാനി എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ. ദറസി തറവാട്ടിന്റെ പാരമ്പര്യമുള്ള പൊന്നാനിയുടെ ദറസിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് ശിഷ്യഗണങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന സൂര്യ തേജസ്വിയായ സാത്വികനായ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു, വിശ്വാസ സമൂഹത്തോട് പറഞ്ഞു, ഇതാ ശത്രു കടന്നു വന്നിരിക്കുന്നു. നാം കേൾക്കുന്ന കാലൊച്ച ശത്രുവിന്റേതാണ്. പോർച്ചുഗീസുകാരൻ വാസ്കോഡ ഗാമ കാലുകുത്തിയത് കച്ചവടത്തിനല്ല, നമ്മോട് സൗഹൃദം കൂടാനല്ല, പിന്നെയോ ഈ രാജ്യത്തിന്റെ മാനം കവർന്നെടുക്കാൻ, ഈ രാജ്യത്തിന്റെ സഹോദരിമാരുടെ ചാരിത്രം കവർന്നെടുക്കാൻ, ഈ രാജ്യത്തിന്റെ സമ്പത്തും ഈ രാജ്യത്തിന്റെ സകലമാന സംസ്കാരങ്ങളും കൊള്ളയടിക്കാൻ ശത്രുവിന്റെ കാലൊച്ചയാണ് കേൾക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ സന്നദ്ധമാകണമെന്ന് അനുയായികളോട് ആഹ്വാനം ചെയ്തപ്പോഴല്ലേ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കപ്പെട്ടത്? ഖാലി മുഹമ്മദ് മൗലിദ് രചിച്ച ഖാലി മുഹമ്മദ് ഫത്ഹുൽ മുബീൻ രചിച്ചു യുദ്ധകാവ്യങ്ങൾ. പോരാട്ടത്തിന്റെ പടയോട്ടത്തിന്റെ വീരഗാഥകളാണ് രചിക്കപ്പെട്ടത്. ജനങ്ങൾ സമരസജ്ജരായി. ഉജ്ജ്വലമായ പോരാട്ടം. അറബിക്കടല് കുഞ്ഞാലി മരക്കാർമാരുടെ ചുടുചോര കൊണ്ട് ചെഞ്ചായമണിഞ്ഞില്ലേ? ആ സന്ദർഭത്തിലാണ് സാമൂതിരി കോഴിക്കോട് കടപ്പുറത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്, ഹൈന്ദവ സമുദായമേ, അരേ സമുദായമേ, നിങ്ങൾ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികനെ തടുത്തു നിർത്താൻ, ശത്രുക്കളെ തടുത്തു നിർത്താൻ ഈ രാജ്യത്തൊരു സമൂഹം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ മുസ്ലിമായി വളർത്തു. ഖർവാപ്പസി പോലും, നിർബന്ധിത മതപരിവർത്തനം പോലും ഇസ്ലാമിന്റെ അജണ്ടയിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ മതത്തിന്റെ കാര്യത്തിൽ സമ്മർദ്ദമില്ല. അതാണോ ഇസ്ലാമിന്റെ നിലപാട്? അതാണ് ഇസ്ലാമിന്റെ നിലപാട്. വാള് കാട്ടിയിട്ട് ആരെയും ഇസ്ലാമിലേക്ക് ആളെക്കൂട്ടണ്ട. ഗോതമ്പും പഞ്ചസാരയും കാട്ടി പ്രലോഭനം കാട്ടിയും ആരെയും ഇസ്ലാമിലേക്ക് ആളെക്കൂട്ടണ്ട. നീ സത്യം പറഞ്ഞുകൊടു, നേർവഴി പറഞ്ഞുകൊടു, സത്യാസത്യ വിവേചനം ജനങ്ങൾക്ക് പകർന്നുകൊടു, ദൈവികമായ ദർശനത്തെ പരിചയപ്പെടുത്തിക്കൊടു. അതാണ് ഇസ്ലാമിന്റെ മാർഗം. വലാ യജ്രിമന്നകും സനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, പക്ഷേ അവരോട് നിങ്ങൾ അതിന്റെ പേരിൽ അനീതി പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായി താക്കീത് ചെയ്തില്ലേ?
വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, മറ്റുള്ളവരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. ശ്രീരാമചന്ദ്രനെ, ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. ക്രൈസ്തവ മക്കൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. അതാണോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാമിക ദർശനം. അല്ലാതെ ഇവിടെ നിർബന്ധിപ്പിച്ചു അതേ പ്രകാരം തന്നെ പ്രലോഭനത്തിലൂടെയും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിയിട്ടില്ല. അങ്ങനെ കൂട്ടാൻ പാടുമില്ല. അത് ഇസ്ലാമിന്റെ നയവും നിലപാടുമല്ല. പക്ഷേ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നവരാണ്, അധിനിവേശത്തെ എതിർക്കുന്നവരാണ്. അങ്ങനെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയപ്പോഴാണ് സാമൂതിരി പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും മുസ്ലിമായി വളർത്തൂ. ചരിത്രമല്ലേ, നിഷേധിക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അതാണ് മുസൽമാന്റെ ചരിത്രം. ഉജ്ജ്വലമായ പോരാട്ടം നടത്തും. എണ്ണമറ്റ പോരാട്ടങ്ങൾ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഈ രാജ്യത്തെ ഹൈന്ദവനും, ഈ രാജ്യത്തെ മുസൽമാനും, ഈ രാജ്യത്തെ ക്രൈസ്തവനും, ഈ രാജ്യത്തെ സകലമായ മനുഷ്യരും, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളും അടക്കം ബ്രിട്ടീഷുകാരനെതിരെ സന്ധിയില്ലാ സമരം നടത്തുകയായിരുന്നു. ഉജ്ജ്വലമായ പോരാട്ടം. പക്ഷേ ഇവരെവിടെയായിരുന്നു? ഈ ഇരുട്ടിന്റെ ശക്തികൾ എവിടെയായിരുന്നു? ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുത്തച്ഛന്മാരെവിടെയായിരുന്നു? ചരിത്രത്തെ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കവിതാ ശകലം ഇവിടെ ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടു. പ്രിയമുള്ളവരെ, ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ ആ തഴമ്പ് നിങ്ങളുടെ നാവുകളിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഈ പാവപ്പെട്ട മക്കളുണ്ടല്ലോ, ബ്രിട്ടീഷുകാരന്റെ നിറതോക്കിൽ നിന്നും വന്ന വെടിയുണ്ടകളെ നെഞ്ചകം കൊണ്ട് സ്വീകരിച്ചവരാ. അവൻ ഒരുക്കിയ തൂക്കുമരങ്ങൾ സന്തോഷത്തോടു കൂടി കഴുത്തിലണിഞ്ഞവനാണോ? നിഷേധിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ആചാര്യനുണ്ടല്ലോ, RSSന്റെ ഗ്രന്ഥമായ വിചാരധാര രചിച്ച ഗുരു ഗോൾവാർക്കർ, അദ്ദേഹം എന്താ പറഞ്ഞത്? Don't waste your energy in fighting British enemy, but it use it to fight Indian enemy like Muslims, Christians and communists. നിങ്ങളുടെ ഊർജം ബ്രിട്ടീഷുകാരനെതിരെ പ്രയോഗിച്ച് നിങ്ങൾ വേസ്റ്റ് ആക്കി കളയണ്ട. ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ, കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അവർക്കെതിരെ നിങ്ങൾ ഉപയോഗിക്കും. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ, ബ്രിട്ടീഷുകാരന്റെ നക്കും നുണയും സ്വീകരിച്ചുകൊണ്ട് അവന്റെ ഷൂനക്കി എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും കൈക്കലാക്കിയവർ, ഈ രാജ്യത്തിന്റെ വിമോചന പോരാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി കങ്കാണിപ്പണിയെടുത്തവർ, ബ്രിട്ടീഷുകാരന് പിടിച്ചുകൊടുത്തവർ, ഒരു കാരമുള്ള പോലും കാലിൽ തറച്ച പാരമ്പര്യമില്ലാത്തവർ ഈ പാവപ്പെട്ട മക്കളുടെ മുഖത്ത് നോക്കി ഞങ്ങളുടെ ഭാര്യമാരെ, വിധവകളും മക്കളെ അനാഥരുമാക്കി, വിധവാത്വം അനുഭവിച്ച്, വിഭാര്യത്വം അനുഭവിച്ച്, അനാഥത്വം വേറി ജീവനും ജീവിതവും സമ്മാനിച്ച സമൂഹത്തോട് പാകിസ്ഥാനിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സില്ലെന്ന് പറയാൻ, ആർജവത്തോടു കൂടി പറയാൻ ഈ രാജ്യത്തിന്റെ മക്കൾക്ക് സാധിക്കും. ഈ രാജ്യത്തിന്റെ മക്കൾക്ക് സാധിക്കും. നിങ്ങൾ ആരെയും ഭയപ്പെടുത്തണ്ട. അമിത്ഷാ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ ഭയക്കണ്ട. ആർക്കാണോ ഭയം? പാവപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ. നിങ്ങൾ അലിഗഡ് ജാമിയ മില്ലയിലേക്ക് കടന്നു കയറി നരനായാട്ട് നടത്തിയപ്പോ, ജാമിയ പ്രദേശത്ത് നരനായാട്ട് നടത്തിയപ്പോ നിന്റെയൊക്കെ AK-47 മുന്നിൽ നോക്കി ഗർജിച്ച ആ ഫാത്തിമ ഹെന്ന എന്ന് പറയുന്ന പെണ്ണിനെ, ലതീദ എന്ന് പറയുന്ന പെണ്ണിനെ സംഘപരിവാരുകാരാ നിനക്ക് കാണാൻ സാധിക്കുമോ? തിരിച്ചറിയാൻ സാധിക്കുമോ? നമ്രൂദിന്റെ തീക്കുണ്ടത്തെ, ഫറോവയുടെ തീറ്റൂരങ്ങളെ, ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും കടന്നാക്രമണങ്ങളെ, എത്രയോ ബുഷുമാരെ, ഏരിയൽ ഷാരോണിനെ കണ്ടവനാണ് ഈ രാജ്യത്തെ ലോകത്തെ വിശ്വാസ സമൂഹം. ഭയം അവരുടെ അജണ്ടയിലില്ല. ചരിത്രം സാക്ഷി, കാലം സാക്ഷി. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ഒരു പെണ്ണിന്റെ മുന്നിൽ പകച്ചുപോയില്ലേ? ഒറ്റപ്പെട്ട സംഭവമല്ല, ഒറ്റപ്പെട്ട ചൂണ്ടുവിരലല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചൂണ്ടുവിരലുകൾ ജാതി മത രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് നിന്നും നിങ്ങൾക്ക് ഉയർന്നു കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കൂറ്റൻ ടാങ്കറുകൾ കൊണ്ട് സാധിക്കില്ല, നിങ്ങളുടെ AK-47 കൊണ്ട് സാധിക്കില്ല, ഒരായുധം കൊണ്ടും സാധിക്കില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ കൊന്നൊടുക്കാൻ സാധിക്കും, പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ബ്രിട്ടീഷുകാരന് പാദസേവ ചെയ്ത് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹി നിയമസഭയുടെ അകത്ത് ടിപ്പു സുൽത്താന്റെ ഒരു ഫോട്ടോ പ്രദർശിപ്പിക്കാൻ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തയ്യാറായി. BJP-കാരൻ പ്രശ്നവുമായി എത്തിയല്ലോ. BJP-കാരൻ ഹാലിളകി.
കാരണം ടിപ്പു സുൽത്താൻ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു പിടച്ചിലാണ്, ഒരു തികട്ടലാണ്. അതെന്തുകൊണ്ടെന്നറിയുമോ? ടിപ്പു ജനകീയനായ ഭരണാധികാരിയായിരുന്നു. മേലാളന്മാർക്കെതിരായിരുന്നു ജന്മി കുടിയാൻ അമർച്ച ചെയ്ത ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായി ലാൻഡ് സർവേ നടപ്പിലാക്കിയത്, ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞു ടിപ്പു സുൽത്താൻ. പാലക്കാട് പ്രദേശത്തു കൂടി ടിപ്പു സുൽത്താൻ കടന്നു വരുമ്പോ ഒരുപറ്റം സഹോദരിമാർ മാറി മറയ്ക്കാതെ പോകുന്നത് ടിപ്പു സുൽത്താൻ ചോദിച്ചു, എന്തായി കാണുന്നത്? അവർ പറഞ്ഞു, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമാണ്, കറുത്ത വർഗ്ഗക്കാരാണ്, അവർക്ക് മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ടിപ്പു പറഞ്ഞു, എന്ത് മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുകയോ? സാധ്യമല്ല. ടിപ്പു ഒരു മതവിശ്വാസി കൂടിയാണ്, ഒരു ഇസ്ലാം മതവിശ്വാസി കൂടിയാണ്. എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായിൽ ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ പ്രഖ്യാപനം. മാനവ സമൂഹമേ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, വ്യത്യസ്ത വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റി. എന്തിനെന്നറിയുമോ? നിങ്ങൾക്ക് അഹങ്കാരം നടിക്കാനല്ല, പരസ്പരം പോരടിക്കാനുമല്ല. നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകണം, ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം, ഒരു മേൽവിലാസം ഉണ്ടാകണം. അതിനുവേണ്ടി മാത്രമാണ് വ്യത്യസ്ത വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റിയത്.